മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഉടമയുമായ വീണ ടിയുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. TMRL-ൽ നിന്ന് ലഭിച്ച പണം എവിടെ നിക്ഷേപിച്ചു എന്ന് കണ്ടെത്താനാണ് ED നീക്കം. ഇതിനായി വീണ ടിയെ ED വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. അതിനിടെ ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായ സംഘർഷം ആസൂത്രിതമെന്നാണ് ED റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന പിണറായി വിജയന്റെ വീട്ടിലും നടന്നിരുന്നു. ഈ പരിശോധനയെ തുടർന്ന് ഇപ്പോൾ വീണ ടി അദ്ദേഹത്തിന്റെ മകളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ED ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ വരുന്നത്. കാരണം ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ വീണ ടിയുടെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും EDയുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ലഭിച്ച തുക ഏകദേശം 2 കോടിയോളം രൂപ എവിടെയാണ് നിക്ഷേപിച്ചത് എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളതാണ്. അതിനായി സ്വത്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. കാരണം ഈ തുക എവിടെ ചെലവഴിച്ചു എന്നുള്ളത് ഈ ഒരു ക്രൈം പ്രൊസീഡിംഗ് ഓഫ് ക്രൈമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് സ്വത്ത് വല്ലതും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ അന്വേഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വീണ ടിയുടെ മൊബൈൽ ED കണ്ടെത്തിയിരുന്നു, അത് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പരിശോധന വളരെ നിർണായകമാണ്. ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്, ഈ ഒരു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ആ ഫോണിലുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധനയ്ക്കുണ്ടാവും. അപ്പോൾ അധികം വൈകാതെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ED പോകുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സമൻസ് അയക്കുക, അതായത് ചോദ്യം ചെയ്യലിന് വേണ്ടി സമൻസ് അയക്കുക എന്നുള്ളതാണ്. വീടുകളിലെ പരിശോധന കഴിഞ്ഞാൽ EDയുടെ സ്വാഭാവികമായിട്ടുള്ള നടപടി അടുത്തത് സമൻസ് അയക്കുകയാണ്. അത് അധികം വൈകാതെ തന്നെ ഈ സമൻസ് അയക്കും എന്നുള്ളതാണ്. അതിനുള്ളൊരു കാലതാമസമാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇതിൽ അതിവേഗം തന്നെയുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. CMRL-ന്റെ ഡയറി ഇതിനു മുൻപ് തന്നെ ED കണ്ടെത്തിയിരുന്നു. ഇതിൽ പല പേരുകളുമുണ്ട്. അപ്പോൾ ഈ ഡയറി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ആർക്കൊക്കെ പണം നൽകി എന്നുള്ളതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഈ ഡയറി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും EDയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം ഇന്നലെ ഇതുവരെ കേരളം കാണാത്ത നാടകീയമായ സംഭവങ്ങളാണ് EDയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടയ്ക്ക്. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.